ഹലോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ, ബ്ലെൻഡർ കേടായെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാമേ. അത് കണ്ടാൽ മാത്രമേ ഇനി പറയുന്നത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ അതിൽ നിന്നുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്. പിന്നെ അത് ഇന്നാണ് നമ്മൾ രാവിലെ ഇരുന്ന് ആ ഉഴുന്നെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയത് ശരിക്കും നമ്മൾ ഉഴുന്നുവടയുടെയൊക്കെ റെസിപ്പി പോലെയാണ് ചെയ്തത്. ഉള്ളിൽ നമ്മൾ ശരിക്കും ഉഴുന്നുവടയുടെ പോലെ ടെക്സ്ചറാണ് ഉള്ളിൽ വന്നത്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രിസ്പി ആവാൻ വേണ്ടി ഒരു ഇച്ചിരി അരിപ്പൊടി കൂടി അതിൻ്റെ കൂടെ ചേർത്തിരുന്നു കേട്ടോ. കാരണം ആ ടെക്സ്ചർ നമുക്ക് കറക്റ്റ് ഉഴുന്നുവടയ്ക്ക് കിട്ടുന്ന ടെക്സ്ചറല്ലായിരുന്നു. പിന്നെ ഈ റെസിപ്പിയുടെ കടപ്പാട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ സ്വന്തം റെസിപ്പി ബുക്കായിട്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. അമ്മയോടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ശരാശരി മലയാളികളാണല്ലോ, നമുക്കൊന്നും വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. ഒരു കർച്ചീഫ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് സങ്കടമല്ലേ. അപ്പോൾ അതുമാതിരി തന്നെയായിരുന്നു ഈ ഉഴുന്ന് വെറുതെ വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് വെച്ചാൽ എന്താ അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റുക എന്ന് നമ്മോട് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു ഐഡിയ പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല, മുന്നും പിന്നും നോക്കാതെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി നോക്കി. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ചെറിയ പൊടിക്കൈകളും കൂടി ചേർത്തിരുന്നു. അങ്ങനെ ഈ രൂപത്തിലായി കിട്ടി. അപ്പോൾ ഏത് ഷേപ്പിൽ ഉണ്ടാക്കും ഒരു ആദ്യം വെറുതെ നമ്മൾ വട്ടത്തിൽ ചെയ്ത് നോക്കി ആദ്യം. അപ്പോൾ തോന്നി ഒരു ഷേപ്പിലേക്ക് വന്നാൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് തോന്നിയിട്ടോ. ലാസ്റ്റ് ആയപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് പകുതിയോളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഒരു വീഡിയോ കൂടി ഇടയിൽ കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ കൂടി എടുത്തു. അതുകൊണ്ടാണ് ഇതിലധികം വെളിച്ചെണ്ണയൊന്നും കാണാതെ കേട്ടോ. നമ്മൾ ഓയിലൊന്നും അധികം പിന്നീട് ലാസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ അധികം ഒഴിച്ചില്ല, കഴിയാറായി. ഇനി പോയിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയായാലും റിസൾട്ട് അടിപൊളിയായിരുന്നു. കഴിക്കാൻ നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഉഴുന്നുവടയുടെ പോലെ തന്നെ ഇച്ചിരി സബോളയും ഇത്തിരി വേപ്പിലയും അതേപോലെ ഉപ്പും അങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് മുളക് ഉണ്ടെങ്കിൽ മുളകൊക്കെ ചേർക്കാം നമുക്ക്. പറയടി സാധനം എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളെല്ലാ ഷേപ്പിലുള്ള സാധനം ഇങ്ങനെ ടേസ്റ്റിയാക്കി സോസിൽ മുക്കിട്ടാണോ കഴിക്കുന്നത്? ഞാൻ കുറച്ച് ടേസ്റ്റ് കിട്ടുമോ? സൂപ്പറായിട്ടുണ്ട്. ക്രിസ്പിയാണോ? എന്തിട്ട് തോന്നണത് തിന്നുമ്പോ? ക്രിസ്പിയാണ്. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ എന്തിട്ട് പോലെ തോന്നണേ? സോഫ്റ്റ് ആയിട്ട് അല്ലേ? ടേസ്റ്റ് ഇല്ലേ? ഇതിന് ഞങ്ങൾ നൂല് കെട്ടി പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ പേര് കമന്റ് ചെയ്യാം. അതെ, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കമന്റ് ചെയ്യാം അല്ലേ? ശശിന്നോ സോമനോ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും മിക്സി എന്തായാലും പുതിയൊരു സാധനം തിന്നാൻ കിട്ടിയില്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ സ്വപ്ന കൂടുതലെ കുഞ്ഞുഞ്ഞിൻ്റെ കഥ പറഞ്ഞ മതി. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ത്രില്ല് പോയി, പിന്നെ ഉണ്ടാക്കൂല. ഇഷ്ടമായ മോന്? അങ്ങനെ ഞങ്ങൾ സോസൊക്കെ കൂട്ടി എല്ലാവരും തിന്നു. അതപ്പം തന്നെ തിന്നു കഴിഞ്ഞു കേട്ടോ എല്ലാവരും. ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ബൈ ബൈ.